പ്രഭാതഭേരി. ഒരു ശബ്ദത്തിന് ഒരു രാഷ്ട്രത്തെ സേവിക്കാൻ കഴിയുമെന്ന മഹത്തായ ആശയത്തിനുള്ള ആദരമായാണ് നവംബർ 12 പൊതുജന സേവന പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. 1947 മഹാത്മാഗാന്ധി ആകാശവാണിയിലൂടെ പാകിസ്ഥാനിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ജനങ്ങളെ അഭിസംബോധന ചെയ്ത ചരിത്ര സന്ദർഭത്തെ ഇത് അനുസ്മരിക്കുന്നു. ഗാന്ധിജി റേഡിയോയിലൂടെ പ്രക്ഷേപണം നടത്തിയ ഒരേ ഒരു സന്ദർഭം. ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി എന്നതിലുപരി സഹാനുഭൂതിയുടെയും ഐക്യത്തിന്റെയും രാഷ്ട്രനിർമ്മാണത്തിന്റെയും പ്രതീകമായി ആ നിമിഷം അടയാളപ്പെടുത്തപ്പെട്ടു. ആകാശവാണിയുടെ പ്രക്ഷേപണം ആരംഭിച്ചിട്ട് 90 വർഷത്തോളമാവുകയാണ്. കെ ജയകുമാർ. ഏതൊരു പ്രദേശത്തും പല ഭാഷകളിലുള്ള ആകാശവാണിയിലൂടെ ഓരോ പ്രദേശത്തിന്റെയും സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യം, അതിന്റെ സവിശേഷതകളൊക്കെ തന്നെ നിലനിർത്തുന്നതിൽ ഈ കഴിഞ്ഞ 90 വർഷമായിട്ട് ആകാശവാണി നടത്തിയിട്ടുള്ള സേവനങ്ങൾ ഒരുപക്ഷെ എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. ഒരേ സമയം ദേശീയമായ ഒരു കാഴ്ചപ്പാട് നിലനിർത്തുകയും അതേസമയം പ്രാദേശികമായിട്ടുള്ള സവിശേഷതകളെയും സാംസ്കാരിക തനിമയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആകാശവാണി നടത്തിയിട്ടുള്ള പങ്ക് ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആകാശവാണി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പല കലാരൂപങ്ങളും കലാകാരന്മാരും അപ്രത്യക്ഷമാകുമായിരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ 50കളിലും 60കളിലും ഒക്കെ തന്നെ 70കളിൽ പോലും ആകാശവാണി കലാകാരന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന വളരെ വലിയ പിന്തുണ അത് പിന്നെ നിർവചനാതീതമാണ് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിൽ എനിക്ക് പ്രക്ഷേപണ കലയുടെ ഒരു സവിശേഷതയായിട്ട് തോന്നിയത് ഈ ഭാഷാശുദ്ധി നിലനിർത്തുന്നതിന്, ഭാഷാ പ്രയോഗങ്ങൾ സജീവമാക്കി നിർത്തുന്നതിന് ഒക്കെ ആകാശവാണി ഒരു മാനകം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡായി എന്നും വർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. മാറി വരുന്ന കാലഘട്ടത്തിൽ പ്രക്ഷേപണ കലയുടെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ പ്രക്ഷേപണ കലയുടെ രസതന്ത്രമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ആകാശവാണിയുടെ സാങ്കത്യം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. തിരക്കേറിയ മെട്രോകൾ മുതൽ ഏറെ അകലെയുള്ള ഗ്രാമങ്ങൾ വരെ രാജ്യത്തുടനീളം പ്രതിധ്വനിക്കുന്ന ഇന്ത്യയിലെ പൊതുജന സേവന പ്രക്ഷേപണത്തിന്റെ ഹൃദയമിടിപ്പാണ് ആകാശവാണി. ഗാന്ധിജി വിഭാവനം ചെയ്ത സേവന മനോഭാവം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ആകാശവാണി ദശലക്ഷക്കണക്കിന് ആളുകളെ അറിവ് നൽകി പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. തലമുറകളായി ആകാശവാണി വിദ്യാഭ്യാസ മേഖലയിൽ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിലെ ഒരു പാലമായി വർത്തിക്കുന്നു. കേരള സംസ്ഥാനത്തിന്റെ സാക്ഷരതാ പ്രസ്ഥാനത്തിനും തുടർ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിനും വലിയ സംഭാവനകളാണ് ആകാശവാണി നൽകിയിട്ടുള്ളത്. ചരിത്രകാരൻ ഡോക്ടർ MG ശശിഭൂഷൺ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടർ വിദ്യാഭ്യാസം കേരളമാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അതിന് മറ്റു മാതൃകകളൊന്നുമില്ല. പുതിയ ഒരു മാതൃക കേരളം സൃഷ്ടിക്കണം, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അന്ന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയമാണ്. തിരുവനന്തപുരം നിലയം എല്ലാ ദിവസവും 5 മിനിറ്റ് ഈ തുടർ വിദ്യാഭ്യാസ വാർത്തകള് പ്രക്ഷേപണം ചെയ്യാനായി മാറ്റിവെച്ചിരുന്നു. അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടറെ ഞാൻ കൃതജ്ഞതയോടെ ഓർക്കുന്നു. അതുപോലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന ബോബൻ കൈമാപ്പറമ്പിലിനെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു. ഞങ്ങൾ ഈ തുടർ വിദ്യാ കേന്ദ്രങ്ങളിലെ അതിന്റെ പ്രവർത്തകരോട് പറയും, നിങ്ങൾ പതിവായി റേഡിയോ കേൾക്കണമെന്ന്. ആ റേഡിയോയിൽ കൂടിയാണ് ഞങ്ങൾ അവർ ചെയ്യാനുള്ള കാര്യങ്ങള് അപ്പോൾ അറിയിച്ചിരുന്നത്. കേരളീയ സമൂഹത്തില് ആകാശവാണിക്കുള്ള സ്വാധീനത്തെ പറ്റി അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആകാശവാണിയെ ഒരു ഗുരുനാഥനെ പോലെ കാണുന്ന ഒരുപാട് പേർ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. വയലും വീടും കിസാൻ വാണി പോലുള്ള പരിപാടികൾ കർഷകർക്ക് കാലാവസ്ഥ, വിളകൾ, സാങ്കേതിക വിദ്യ, കർഷകർക്കുള്ള പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി ശാക്തീകരിച്ചു. ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. ബഹുഭൂരിപക്ഷം ഭാരതീയരും കൃഷിയെ ആശ്രയിച്ചാണ് ഉപജീവനമാർഗം തേടുന്നത്. വെള്ളായണി കാർഷിക സർവകലാശാല മുൻ മേധാവി VB പത്മനാഭൻ. കേരളത്തിൽ നല്ല ശതമാനം ആളുകൾ കാർഷിക മേഖലയിൽ ഉപജീവനമാർഗം കാണുന്നവരാണ്. നമ്മുടെ കർഷകര് കാർഷിക മേഖലയിലെ വിവരങ്ങൾ ആർജിക്കുന്നതിനായി പ്രധാനമായും റേഡിയോയെ ആശ്രയിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു പരിച്ഛേദം രാവിലെ 5 മിനിറ്റ് സമയം ചെലവഴിക്കാമെങ്കിൽ കർഷകർക്ക് ലഭ്യമാകുന്നതാണ്. കൃഷിയും അനുബന്ധ മേഖലകളിലുള്ള മൃഗസംരക്ഷണം, മത്സ്യ വളർത്തല് പോലെയുള്ള വിവരങ്ങൾ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം
6:50 മുതൽ 7:20 വരെയുള്ള അരമണിക്കൂർ സമയം വയലും വീടും പരിപാടിയിൽ ലഭ്യമാണ്. വളരെ കാലം മുമ്പ് തന്നെയും നമ്മുടെ കർഷകരെല്ലാം റേഡിയോയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത്. പത്രങ്ങളിൽ തന്നെയും കാർഷിക പങ്ക്തികളൊക്കെ വന്നത് പിന്നെയാണ്. റേഡിയോ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ കർഷകർ റേഡിയോ തന്നെയാണ് അന്നും ഇന്നും എന്നും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി ഇന്ത്യയുടെ കലാപരവും ഭാഷാപരവുമായ വൈവിധ്യത്തിന്റെ ജീവനുള്ള ശേഖരമാണ്. ശാസ്ത്രീയ സംഗീത കച്ചേരികൾ, നാടോടി കലകൾ, സാഹിത്യ പ്രക്ഷേപണങ്ങൾ, നാടകങ്ങൾ എന്നിവ പൈതൃകത്തെ പരിപോഷിപ്പിക്കുകയും പുതിയ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി മികച്ച കലാകാരന്മാർക്ക് ആകാശവാണി അംഗീകാരത്തിന്റെ ആദ്യ ഘട്ടമായിരുന്നു. ആകാശവാണി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന എന്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടിവേറ്റർ എന്ന് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആകാശവാണിയാണ്. സംഗീതജ്ഞൻ ശ്രീവത്സൻ ജെ മേനോൻ. ഞാൻ വളരെ ചെറുപ്പം മുതൽ തൃശ്ശൂർ ആകാശവാണിയിൽ ബാലമണ്ഡലത്തിലെ അംഗമായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്റെ ചെറുപ്പകാലത്ത് തന്നെ ഞാനൊരു 10-15 ആകാശവാണിക്ക് അകത്തുള്ള പ്രോഗ്രാമും ലൈവ് പ്രോഗ്രാമുകളും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്റെ ഏറ്റവും ഞാൻ ആദരിക്കുന്ന ഗുരുനാഥൻ നെയ്യാറ്റിൻകര വാസുദേവൻ സാറിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ആകാശവാണി വെച്ചിട്ടാണ്. അതും ആകാശവാണിയുടെ മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം എല്ലാവർക്കും തമ്പുരു വായിക്കുന്നത് വാസുദേവൻ സാറാണ്. ഞാനന്ന് ഞെട്ടിപ്പോയി. കാരണം ഞാനന്നൊരു സ്റ്റുഡന്റാണ്. എനിക്കറിയില്ല ഇത്രയും പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞൻ എന്നെ പോലെയുള്ള കുട്ടികൾക്ക് തമ്പുരു വായിക്കും എന്നുള്ളതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര പരിഭ്രമമായിരുന്നു. വാസുദേവൻ സാറ് തമ്പുരു വായിക്കുന്നു. ആ കോമ്പറ്റീഷന് ശേഷം അടുത്ത് തന്നെ ഞാൻ വാസുദേവൻ സാറിന്റെ ശിഷ്യനാവുന്നു. അതിനുശേഷം ആകാശവാണിയുടെ ഒരുപാട് പരിപാടികളിൽ മ്യൂസിക് പ്രൊഡക്ഷൻ പരിപാടികള് ബി ശശികുമാർ സാറ്, ചേർത്തല ഗോപാലൻ നായർ സാറ്, ഓമനക്കുട്ടി ടീച്ചർ, വീണ വെങ്കട്ടരാമൻ സാറ്, KS ഗോപാലകൃഷ്ണൻ സാർ, അങ്ങനെ തിരുവനന്തപുരം ആകാശവാണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് മഹാവിദ്വാൻമാരും സംഗീതജ്ഞനുമായി എനിക്ക് തുടർന്ന് പങ്കെടുക്കുവാനും അവരുടെ പരിപാടികളിലൊക്കെ ആകാശവാണിയുമായിട്ട് സഹകരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. സാഹിത്യകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. പുതിയ കാലത്ത് ധാരാളം ദൃശ്യമാധ്യമങ്ങളുടെ പെരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പതിയെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മടങ്ങി വരുന്ന ഒരു ചിത്രം കാണാൻ ഓഡിയോയിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ആകാശവാണി എന്ന് പറയുന്നത് ഒരു കേവലമായ ഒരു സ്ഥാപനം മാത്രമല്ല, മറിച്ച് വലിയൊരു ഇതിഹാസ സമാനമായ എത്രയോ അധികം ഉപലബ്ധികൾ സമൂഹത്തിന് നൽകിയ ഒന്നാണ്. സംഗീതരംഗത്തും സാഹിത്യരംഗത്തും നാടകരംഗത്തും ഒക്കെ ആയിട്ടുള്ള ഒട്ടേറെ പ്രതിഭാശാലികൾ നമ്മുടെ ഓർമ്മയിലേക്ക്. ഞാൻ കോഴിക്കോട് ആകാശവാണിയുമായി ബന്ധപ്പെട്ട എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കഥ വായിക്കാൻ മുന്നിലൂടെ വരികയായിരുന്നു. റേഡിയോ നാടകങ്ങൾ, അതിന്റെ പരമ്പരകൾ, അതുപോലെ മലയാളത്തിലെ വളരെ ക്ലാസിക്കലായിട്ടുള്ള നോവലുകളുടെയൊക്കെ ആവിഷ്കാരമാണ്. അതായത് അതുവഴി എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ സാഹിത്യത്തിലേക്ക്, വായനയിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് അത്. കോഴിക്കോട് ആകാശവാണിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തിരുവനന്തപുരം ആകാശവാണിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രതിഭകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത്. ഇന്ന് നമ്മളത് ഓർക്കുമ്പോൾ ഒരു വിസ്മയം തന്നെയാണ്. ആകാശവാണിയുടെ തത്സമയ പ്രക്ഷേപണങ്ങൾ തലമുറകളിലുടനീളം ശ്രോതാക്കൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ടെലിവിഷൻ സാധാരണമാകുന്നതിന് മുൻപേ തന്നെ റേഡിയോ കമന്റേറ്റർമാരുടെ ഉജ്ജ്വലമായ വാഗ്ധോരണി ക്രിക്കറ്റ് മത്സരങ്ങളുടെയും ഹോക്കി ടൂർണമെന്റുകളുടെയും അത്ലറ്റിക് ഇവന്റുകളുടെയും ആവേശം രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിച്ചു, ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ വരുന്നതിന് മുൻപ് നടക്കുന്ന ഓരോ കായിക ഇവന്റും ഏവരുടെയും മനസ്സിൽ ഏറ്റവും മനോഹരമായ ദൃശ്യത്തിലെത്തിക്കുന്നത് വിവരണങ്ങളിലൂടെയാണ്, അതിന്റെ അവതരണത്തിലൂടെയാണ്. സ്പോർട്സ് കമന്റേറ്റർ ജോളി എതിരേറ്റ്. ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന ഓരോ കായിക ഇവന്റുകൾ അതേസമയം ലോകത്തെവിടെയിരിക്കുന്നവർക്കും തത്സമയം തങ്ങളുടെ മുൻപിലൂടെ കാണുന്ന അനുഭവം പങ്കുവയ്ക്കുന്ന പൊതുജന സേവന പ്രക്ഷേപണ നിലയം. ഓരോ കായിക മാമാങ്കവും ശ്രവണ മാധ്യമങ്ങളിലൂടെ അവര് കേൾക്കുമ്പോൾ അങ്ങേയറ്റം ആവേശത്തിന്റെ ഉൾക്കരുത്തിൽ ഓരോ കളികളും കാണുവാൻ, ഓരോ കളികളും തങ്ങളുടെ മുൻപിൽ കാണുന്ന അനുഭവത്തിലൂടെ അതിൽ വിവരണം നൽകുന്നവരും അത് പങ്കുവയ്ക്കുന്നവരും നൽകുമ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. ആകാശവാണി ഈ മേഖലയിൽ നൽകിയ സേവനം വളരെ വലുതാണ്. ഇന്ത്യ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൂടുതൽ അഗാധമായി നീങ്ങുമ്പോൾ പൊതുജന സേവന പ്രക്ഷേപണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ആശയവിനിമയം റീച്ചിലല്ല, മറിച്ച് അടിസ്ഥാന ലക്ഷ്യങ്ങളിലാണ് എന്നാണ്. ആകാശവാണിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളത് അതൊരു ഗൃഹാതുരതയുടെ സ്പർശത്തോടുകൂടിയാണ് സംസാരിക്കാറ്. അതായത് കഴിഞ്ഞുപോയ ഒരു മാധ്യമം, അതിന്റെ കാലം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അങ്ങനെയാണോ? പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ബാലകൃഷ്ണൻ കൊയ്യാൽ. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് ആകാശവാണിക്ക് വളരെ പ്രസക്തി ഈ വർത്തമാനകാലത്തും ഉണ്ട് എന്ന് വസ്തുതകളെ വെച്ചുകൊണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
പുതിയ കാലത്ത് നമ്മൾ നോക്കിയാൽ ആകാശവാണിയുടെ ഒരു വ്യാപ്തി ഏതാണ്ട് 99.19 ജനങ്ങളിൽ എത്താൻ പ്രാപ്തിയുള്ള മാധ്യമമാണ് ആകാശവാണി. വളരെ സങ്കീർണമായിട്ടുള്ള ഭൂപ്രദേശമാണ് ഇന്ത്യ, വളരെ വിശാലം. അതിൻ്റെ ഏതാണ്ട് 100% എന്ന് പറയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ 92% പ്രദേശങ്ങളിലും എത്താൻ പ്രാപ്തിയുള്ള മാധ്യമമാണ് ആകാശവാണി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ ഭാഷകളിൽ നമുക്കറിയാവുന്നതുപോലെ 23 ഔദ്യോഗിക ഭാഷകളിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് സമാന്തരമായിട്ട് 179 ചെറുഭാഷകൾ, ഡയലക്റ്റുകളിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരം ഭാഷകളിൽ പല സ്ഥലത്തും ആകാശവാണി മാത്രമാണ് ആ ഭാഷ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ചെറുഭാഷകൾ, ചെറു സംസ്കാരങ്ങൾ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വരാത്ത ജനവിഭാഗങ്ങൾ, ഇവരുടെയൊക്കെ ശബ്ദമായിട്ട് ആകാശവാണി മാറുകയാണ്. നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് റേഡിയോയുടെ പ്രചാരണം വളരെയധികം കൂടിയിട്ടുണ്ട്. പല മേഖലകളായിട്ട് അങ്ങനെയാണ് വളരെ ശ്രദ്ധേയമായ പഠനങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. ജനസംഖ്യയുടെ 86% പേരും റേഡിയോ കേൾക്കുന്നവരാണ് എന്നുള്ളതാണ്. ഏതാണ്ട് നമുക്ക് 479 റേഡിയോ കേന്ദ്രങ്ങൾ, ആകാശവാണി കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയുടെ തള്ളിച്ചെൽ റേഡിയോ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയുന്നതിന് പകരം ഈ സാങ്കേതിക വിദ്യ റേഡിയോ ലിസണിങ്ങിന് കൂടുതൽ സഹായകരമാക്കുന്നു, കൂടുതൽ എളുപ്പമാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രക്ഷേപണം എന്നാൽ സംസാരിക്കുക മാത്രമല്ല, സേവിക്കുക എന്നതുമാണ്. വിനോദം നൽകുക മാത്രമല്ല, പ്രബുദ്ധമാക്കുക എന്നതുമാണ്. എണ്ണമറ്റ പുതിയ പ്ലാറ്റ്ഫോമുകൾക്കും സാങ്കേതിക വിദ്യകൾക്കുമിടയിൽ ആകാശവാണിയുടെ ശബ്ദം ഇപ്പോഴും ജനമനസ്സിൽ പ്രതിധ്വനിക്കുന്നു. 1947 ആ ചരിത്ര ദിനത്തിലെന്ന പോലെ രാഷ്ട്രത്തെ സേവിക്കുന്നത് തുടരുന്ന ഒരു ശബ്ദം.